ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാണ്ടിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ചാന്ദിനിയുടെയും സുഭാഷിന്റെയും വിവാഹം നടത്താനായി തീരുമാനിക്കുകയാണ് കിളിക്കൂട്ടിലുള്ളവരും അവിനാശും. ബീഹാറിലുള്ള ചാന്ദിനിയുടെ റിലേറ്റീവ്സ് അറിയാതെയാണ് വിവാഹം നടത്താൻ തീരുമാനിക്കുന്നത്. ഇൻവിറ്റേഷൻ കാർഡ് അടിക്കുന്നതിനെ കുറിച്ച് സുധീഷും നിധിയും കൂടി സംസാരിക്കുകയാണ്. കാർ ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് ചോദിക്കുന്നു, നിധി, നമുക്ക് ക്ഷണക്കത്തടിക്കുന്നതിൽ നിന്നും ജോലി തുടങ്ങാല്ലേ? അപ്പൊ നിധി പറയണ, കല്യാണം എന്ന് പറഞ്ഞാലേ ഇൻവിറ്റേഷൻ കാർഡ് അടിക്കുന്നതല്ലേ ആദ്യത്തെ ജോലി. സുഭാഷ് എന്നോട് എന്തെങ്കിലും ചോദിക്കണമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണം, സുഭാഷ് എന്നോട് ഇൻവിറ്റേഷൻ കാർഡിനെ കുറിച്ച് പറഞ്ഞാൽ വേണ്ടാന്നേ പറയൂ. നമുക്ക് പോയി ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാം, എന്നിട്ടത് നികേഷിന്റെയും ഹരീഷിന്റെയും ഫോണിലേക്ക് അയച്ചു കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഓക്കെ ആണെങ്കിൽ പ്രിന്റ് അടിക്കാൻ പറയാം. അപ്പൊ സുധീഷ് പറയണ, നിധി പറഞ്ഞത് ശരിയാ. ഇൻവിറ്റേഷൻ കാർഡ് എന്ന് പറഞ്ഞാലേ എന്തിനാ, അനാവശ്യ ചെലവല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കും സുഭാഷ് ഏട്ടൻ. ചോദിക്കാതെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ നിധി ചോദിക്കണ, നമ്മൾ എപ്പോഴാ ഡ്രസ് എടുക്കാൻ പോകുന്നേ? നിധിക്കാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണേ, എനിക്കല്ല, സുഭാഷേട്ടനും ചാന്ദിനിക്കും കല്യാണത്തിനുള്ള ഡ്രസ് എടുക്കണ്ടേ? അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, അതെ, അതാണല്ലോ പ്രധാനപ്പെട്ട ജോലി. പെട്ടെന്ന് എടുത്താലേ ബ്ലൗസ് ഒക്കെ തയ്ക്കാൻ കൊടുക്കാൻ പറ്റൂ. ഒരുപാട് ജോലി ഉണ്ടല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പേ ഒരുപാട് ജോലി ഉണ്ടെന്നാണോ പറയുന്നേ? അപ്പൊ സുധീഷ് പറയണ, ഞാൻ ആദ്യമായിട്ടല്ലേ നിധി, നമ്മുടെ കല്യാണത്തിന് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇന്ന് നമുക്ക് ഇൻവിറ്റേഷൻ കാർഡിന്റെ കാര്യം നോക്കാം, നാളെ ഡ്രസ് എടുക്കാൻ പോകാം. ഇത് കേട്ട് നിധി പറയുകയാണ്, പ്ലാനിങ് ഒക്കെ കൊള്ളാം, പക്ഷേ ഇതിനൊക്കെ കൈ കാശുണ്ടോ? അപ്പൊ സുധീഷ് പറയണ, കാശില്ലാതെ വാങ്ങാമെന്ന് പറയോ നിധി? കാശൊക്കെ ഉണ്ട്. തുടർന്ന് നികേഷ് ചോദിക്കുന്നു, സുഭാഷേട്ടാ, കല്യാണത്തിന് ശേഷവും സുഭാഷേട്ടൻ തന്നെ ആയിരിക്കോ പാചകം? അപ്പൊ സുഭാഷ് ചോദിക്കണ, എന്താടാ ഇങ്ങനെ ചോദിക്കുന്നത്? കല്യാണത്തിന് ശേഷം ഞാൻ പാചകം ചെയ്താൽ എന്താ? പക്ഷെ ചാന്ദിനിയും നന്നായി പാചകം ചെയ്യും. സാധാരണ പോലെ ഞാൻ പാചകം ചെയ്യുമ്പോൾ ചാന്ദിനിയും എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നികേഷ് പറയണ, ചാന്ദിനി ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പാചകം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും കൂടി പാചകം ചെയ്യാം, അല്ല ഹരീഷ് ഏട്ടാ? അപ്പൊ ഹരീഷ് പറയണ, അതിനെന്താടാ, നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യാം. ഇത് കേട്ട് പുഞ്ചിരിച്ച് അകത്തേക്ക് പോവുകയാണ് സുഭാഷ്. തുടർന്ന് സുഭാഷ് ഫോണിൽ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സുഭാഷിനെ ശ്രദ്ധിക്കുന്ന നികേഷ് പറയണ, ഹരീഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ കുറച്ച് ഓവറായിട്ട് ചിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഹരീഷ് പറയണ, നമുക്ക് നോക്കിയാലോ? അങ്ങനെ സുഭാഷിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചു നോക്കുകയാണ് ഹരീഷ്. എടാ, ഫോൺ ഇങ്ങോട്ട് താടാന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് പറയണ, ഫോണിൽ നോക്കി നോക്കി ചിരിക്കുന്നുണ്ടല്ലോ, എന്താ ഏട്ടത്തിയോട് സംസാരിക്കുകയാണോ? ഇങ്ങോട്ട് തന്നെ ഹരീഷ് ഏട്ടാന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിച്ചു നോക്കി നികേഷ് പറയണ, ചാന്ദിനി ഏട്ടത്തിയാ? എന്താ സുഭാഷ് ഏട്ടാ ഇത്, നിങ്ങള് സ്റ്റിക്കർ ആണോ മെസ്സേജ് അയക്കുന്നത്? കോൺവെർസേഷൻ മുഴുവൻ സ്റ്റിക്കർ ആണല്ലോ. ഇങ്ങോട്ട് നോക്ക് ഹരീഷ് ഏട്ടാ. പുഞ്ചിരിച്ച ഹരീഷ് പറയുന്നു, പാവ സുഭാഷ് ഏട്ടൻ, അതൊന്നും നോക്കരുതടാ, അത് സുഭാഷ് ഏട്ടന്റെ പേഴ്സണൽ അല്ലേ. നികേഷ് ചോദിക്കുന്നു, ഇതിനകത്ത് പേഴ്സണൽ ആയിട്ട് എന്താ ഉള്ളത്? രാവിലെ ഒരു ഗുഡ് മോർണിംഗ്, നൈറ്റ് ഒരു ഗുഡ് നൈറ്റ്, ഇടയിൽ മുഴുവൻ വിവിധ തരത്തിലുള്ള സ്റ്റിക്കേഴ്സ്. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, ഇങ്ങോട്ട് താടാ, ഒന്ന് പോയെ, ഇങ്ങോട്ട് താടാന്ന് പറഞ്ഞ് സുഭാഷ് ഫോൺ വാങ്ങുകയാണ്. അപ്പൊ ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, അവൻ ചുമ്മാ കളിയാക്കുന്നതല്ലേ. ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് നിധിയും സുധീഷും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഭാസ്കരനോട് നിധി പറയുന്നു, അച്ഛാ അകത്തേക്ക് വാ. അപ്പൊ ഭാസ്കരൻ പറയണ, മോളെ ഞാനിപ്പോ കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നതേ ഉള്ളൂ. അപ്പൊ നിധി പറയണ, അത് സാരമില്ല, അച്ഛൻ കയറി വാ. എന്താ കാര്യം പറയാനായി ഭാസ്കരൻ പറയുമ്പോൾ നിധി പറയണ, അകത്തേക്ക് കയറി വരാനല്ലേ പറഞ്ഞേ, നീ എന്നെ വിടില്ലല്ലോ എന്ന് പറഞ്ഞു ഭാസ്കരൻ നിധിയുടെ ഒപ്പം അകത്തേക്ക് കയറി വരികയാണ്. പിന്നാലെ സുധീഷും വരുന്നു. ഭാസ്കരൻ ചോദിക്കുന്നു, നിങ്ങൾ എന്താ വരാൻ ഇത്രയും ലേറ്റ് ആയത്, എവിടെ പോയി? ഇത് കേട്ട് സുധീഷ് പറയണ, എവിടെ പോയെന്നോ, ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ കല്യാണത്തിന്, ഒരുപാട് ജോലികളുണ്ട്. അപ്പൊ നിധി പറയണ, സുധീഷ് അതിങ്ങിതാ കല്യാണത്തിനുള്ള ഇൻവിറ്റേഷൻ കാർഡ് അടിച്ചു. ഭാസ്കരൻ ചോദിക്കുന്നു, ഇൻവിറ്റേഷൻ കാർഡോ? എന്താടാ ഇതെല്ലാം? ഭഗവാന്റെ മുന്നിൽ തൊഴുത് ക്ഷണക്കത്ത് ഭാസ്കരന്റെ നേരെ നീട്ടിക്കൊണ്ട് നിധി പറയുന്നു, ദാച്ച ആദ്യത്തെ ക്ഷണക്കത്ത് അച്ഛനാ. പുഞ്ചിരിച്ച് ഭാസ്കരൻ ചോദിക്കുന്നു, എനിക്കോ ഭഗവാനെ? അങ്ങനെ ഭാസ്കരൻ അത് വാങ്ങി നോക്കുകയാണ്. നിധി എല്ലാവരുടെ കയ്യിലേക്കും ഓരോ ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുകയാണ്. അത് കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് എല്ലാവരും. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ എങ്ങനെയുണ്ട്? സന്തോഷത്തോടു കൂടി സുഭാഷ് പറയുന്നു, നന്നായിട്ടുണ്ട്. ഹരീഷിന്റെ അരികിലേക്ക് വന്ന് സുധീഷ് ചോദിക്കാണ്, ഹരീഷേ നോക്കിയേ, സുഭാഷ് ചാന്ദിനി, താഴോട്ട് നോക്ക്, നിധി സുധീഷ്. എടാ ഹരീഷേ, നിന്റെ പേരിന്റെ അടുത്ത് നീതുവിന്റെ പേരില്ലാത്തതിന് അവള് ദേഷ്യപ്പെടുവോ? ഹരീഷ് ചോദിക്കുന്നു, ഇതിനൊക്കെ ആര് ദേഷ്യപ്പെടാനാ? അങ്ങനെ ഹരീഷ് മനസ്സിൽ പറയുകയാണ്, ഇനി അവള് ദേഷ്യപ്പെടുവോ? അപ്പൊ സുധീഷ് പറയുന്നു, നിന്റെ മൈൻഡ് വോയിസ് ഞാൻ ഇവിടെ കേട്ടു. അപ്പൊ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ ഒന്ന് മിണ്ടാൻ നിൽക്ക്, വെറുതെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. ഭാസ്കരൻ പറയുന്നു, മോളെ നിധി എല്ലാം നന്നായിട്ടുണ്ട്, ഈ ഭാസ്കരന്റെ പേരിന്റെ അടുത്ത് ഭാസ്കരൻ ലോറി സർവീസ് എന്ന് മതിയായിരുന്നു. ഇത് കേട്ട് സുധീഷ് പറയണ, അതെ ഭാസ്കരൻ ലോറി സർവീസ്, പറയുന്ന കേട്ടാ തോന്നും 10 ലോറിയുള്ള ആളാണെന്ന്. ഭാസ്കരൻ ചോദിക്കുന്നു, മോളെ നിധി എന്തിനാ ഈ ക്ഷണക്കത്തൊക്കെ അടിച്ചത്? ക്ഷേത്രത്തിൽ വെച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു കല്യാണം മതിയെന്നല്ലേ പറഞ്ഞേ? ഹരീഷ് ചോദിക്കുന്ന, സിമ്പിൾ ആയിട്ടുള്ള കല്യാണം ആണെന്ന് പറഞ്ഞ് ക്ഷണക്കത്ത് അടിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ സുധീഷ് പറയണ, അങ്ങനെ ചോദിക്കുക ഹരീഷ്, കുറച്ചുപേരെയൊക്കെ കല്യാണത്തിന് ക്ഷണിക്കണ്ടേ, വെറും കൈയും വീശിപ്പോയി ക്ഷണിക്കാൻ പറ്റില്ലല്ലോ, വളരെ കുറച്ചുപേരെ അല്ലേടാ വിളിക്കുന്നതെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയണ, ചുമ്മാതെ പോയി വിളിക്കാൻ പറ്റില്ലല്ലോ സുഭാഷ് ഏട്ടാ, ക്ഷണക്കത്ത് കൊടുത്ത് വിളിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ അതേ നോക്ക്, സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ക്ഷണക്കത്ത് കൊടുക്കണം, ആദ്യം ആ ബ്രോക്കർക്ക് തന്നെ കൊടുക്കണം, കല്യാണം കഴിഞ്ഞ് നല്ലൊരു സദ്യയും കൊടുത്ത് അവരെ എല്ലാവരെയും പറഞ്ഞുവിടാം. സുഭാഷ് ചോദിക്കും,
ചോദിക്കുന്നു എന്തിനാണ് ഇതെല്ലാം, സിമ്പിൾ ആയിട്ട് മതിയല്ലോ. സുധീഷ് ചോദിക്കുന്നു സിമ്പിൾ എന്ന് പറഞ്ഞാൽ എങ്ങനാ, നമ്മളെല്ലാവരും ചാന്ദിനിയും അവിനാശും മാത്രം മതിയോ? അപ്പൊ സുഭാഷ് പറയണ അങ്ങനെയല്ലടാ, ക്ഷണക്കത്തൊക്കെ അടിച്ച് സദ്യയൊക്കെ കൊടുക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ ഒരുപാട് ചിലവാകില്ലേ? ഇത് കേട്ട് ഹരീഷ് പറയണ സുഭാഷേട്ടാ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. കല്യാണത്തിന് സുഭാഷേട്ടൻ വന്ന് നല്ല രീതിയിലൊന്ന് നിന്ന് തന്നാ മതി. സുഭാഷ് ചോദിക്കുന്നു എങ്ങനെയാടാ ഇതെല്ലാം, നിങ്ങളുടെ കയ്യിൽ എവിടുന്ന് അത്രയ്ക്ക് കാശ്? അപ്പൊ സുധീഷ് പറയണ സുഭാഷേട്ടാ അങ്ങനെയൊന്നും ചോദിക്കാതെ, സുഭാഷേട്ടന്റെ കല്യാണം നല്ല രീതിയിൽ നടത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം, അങ്ങനെ വിചാരിച്ചാ മതി. അപ്പൊ ഹരീഷ് പറയണ സുഭാഷേട്ടാ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സുഭാഷേട്ടൻ ഓടി വരില്ലേ, എന്തെല്ലാം ചെയ്തു വരുന്നു. നികേഷ് പറയുന്നു സുധീഷ് ഏട്ടന്റെ റിസപ്ഷന് സുഭാഷ് ഏട്ടൻ എത്ര രൂപ ചിലവാക്കിയതോ, സുധീഷ് ഏട്ടൻ ഇനിയും തിരിച്ചു ചെയ്യട്ടെ. അപ്പൊ സുധീഷ് പറയണ എന്താടാ നീ നോക്കിക്കോ, സുഭാഷ് ഏട്ടന്റെ കല്യാണത്തിന്റെ മൊത്തം ചിലവും ഞാൻ നോക്കും, അതിന്റെ സാമ്പിളാ ഈ ക്ഷണക്കത്ത്. അപ്പൊ സുഭാഷ് പറയണ മോളെ നിധി നീ എങ്കിലും ഒന്ന് പറ, എന്തിനാ ഇതെല്ലാം? ഇവൻ സിമ്പിൾ എന്ന് പറഞ്ഞ് ക്ഷണക്കത്തടിച്ച് ഒരുപാട് ആൾക്കാരെ വിളിക്കുന്ന കാര്യമാണല്ലോ പറയുന്നത്. അപ്പൊ നിധി പറയണ സിമ്പിൾ ആണ് സുഭാഷ് ഏട്ടാ എന്ന് കരുതി ചുമ്മാതെ ക്ഷേത്രത്തിലേക്ക് പോയി താലി കെട്ടിയിട്ട് വരാൻ പറ്റുമോ? കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് നല്ല രീതിയിൽ കല്യാണം നടത്തണ്ടേ? അച്ഛൻ എന്താ പറയുന്നത്? അപ്പൊ ഭാസ്കരൻ പറയണ മോള് പറഞ്ഞതാ ശരി. അപ്പൊ സുധീഷ് പറയണ നിധി ആരോടായി ചോദിക്കുന്നത്, അത് ആരാണെന്ന് അറിയില്ലേ, ലോറി സർവീസ് ഓണറാ, മകന് ചെയ്യേണ്ടതെല്ലാം ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യും. ഇത് കേട്ട് ഭാസ്കരൻ പറയണ ദേ നോക്ക്, എന്റെ മകൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നീ മിണ്ടാ നിൽക്ക്. മോളെ ഈ ഇൻവിറ്റേഷൻ കാർഡ് കൊള്ളാം, ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ. ശരി എന്നാ നിധി പറയുമ്പോൾ ആ ഇൻവിറ്റേഷൻ കാർഡുമായി സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് ഭാസ്കരൻ. ഹരീഷ് പറയണ ഇതെന്താ ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്താലേ ഇദ്ദേഹം വരത്തുള്ളൂ, ആർക്കറിയാവുന്ന നികേഷ് പറയുമ്പോൾ സുഭാഷ് പറയണ എടാ ഇതിനു വേണ്ടി ഒരുപാട് ചിലവാക്കല്ലേ. അപ്പൊ സുധീഷ് പറയണ സുഭാഷ് ഏട്ടാ മതി മതി, നല്ല വിശപ്പുണ്ട്. അപ്പൊ സുഭാഷ് പറയണ അത് മറന്നുപോയി, ഞാൻ ഇപ്പൊ ഭക്ഷണം എടുത്തോണ്ട് വരാം. നിധിയും സുധീഷും ഹരീഷും നികേഷും ഇൻവിറ്റേഷൻ കാർഡിൽ നോക്കി സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. തുടർന്ന് സുഭാഷിനെയും ചാന്ദിനിയെയും കൂട്ടിക്കൊണ്ട് നിധിയും സുധീഷും ഒരു ടെക്സ്റ്റൈൽസിലേക്ക് വരികയാണ്. സുധീഷ് പറയുന്നു ചാന്ദിനി നിങ്ങളുടെ കല്യാണത്തിന് എങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുന്നത് അതേപോലെയുള്ള ഡ്രസ്സൊക്കെ ഈ കടയിലുണ്ട്, എല്ലാം അന്വേഷിച്ചിട്ടാ ഇവിടെ വന്നത്, ചാന്ദിനിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാം. നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ എല്ലാ സ്റ്റൈലിലുള്ള ഡ്രസ്സും ഇവിടെയുണ്ട്. അപ്പൊ നിധി പറയണ കല്യാണത്തിന് നിങ്ങൾ എങ്ങനെയാണോ സാരി വാങ്ങുന്നത് അതേപോലെയുള്ള സാരി ഇവിടെ നിന്ന് എടുക്കാം, ഫോട്ടോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് കാണിച്ച് ഇവരോട് ചോദിക്കാം. ചാന്ദിനി ഹിന്ദിയിൽ ഞങ്ങളുടെ സ്റ്റൈലിലുള്ള സാരി വേണ്ടാന്ന് പറയുമ്പോൾ നിധി ചോദിക്കണ സുധീഷ് എന്താ പറയുന്നത്? അപ്പൊ സുധീഷ് പറയണ അറിയില്ല, സാരിയെ കുറിച്ച് എന്തോ പറയുന്നത്, മനസ്സിലായ രീതിയിലുള്ള റിയാക്ഷൻ ആണല്ലോ സുധീഷ് കൊടുക്കുന്നതെന്ന് നിധി പറയുമ്പോൾ പുഞ്ചിരിച്ച് സുഭാഷ് പറയണ മോളെ നിധി ചാന്ദിനിക്ക് അവരുടെ സ്റ്റൈലിലുള്ള സാരി വേണ്ടെന്നാ പറഞ്ഞേ. ഓ അങ്ങനെയാണോ എന്നാ നിധി ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സുധീഷ് പറയണ അതെ അത് തന്നെയാ പറഞ്ഞേ, ആക്ച്വലി എനിക്കിത് മനസ്സിലായിരുന്നു, കൺഫേം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാ ഞാൻ നിധിയോട് പറയാഞ്ഞത്. നിധി ചോദിക്കുന്നു നിങ്ങളുടെ നാട്ടിലെ സ്റ്റൈല് വേണ്ടെങ്കിൽ പിന്നെ എങ്ങനത്തെ ഡ്രസ്സാ വേണ്ടിയത് ചാന്ദിനിക്ക്, നിങ്ങളൊക്കെ ഉടുക്കുന്ന രീതിയിലുള്ള സാരി മതിയെന്ന ഹിന്ദിയിൽ ചാന്ദിനി പറയുമ്പോൾ ഒന്നും മനസ്സിലാക്കാതെ മുഖത്തോട് മുഖം നോക്കുകയാണ് സുഭാഷും സുധീഷും നിധിയും. ചാന്ദിനി ചുറ്റും നോക്കി സാരി ചുറ്റി വെച്ചിരിക്കുന്ന ഒരു സ്റ്റാച്ചു കാണിച്ചുകൊണ്ട് പറയുന്നു അതേപോലെയുള്ള സാരി മതിയെന്ന്. അപ്പൊ നിധി ചോദിക്കണോ ഓ ഞങ്ങളുടെ സ്റ്റൈലിലുള്ള സാരിയാണോ വേണ്ടേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങള് പട്ടുസാരിയാ കല്യാണത്തിന് എടുക്കുന്നത്, അതാണോ വേണ്ടത്? പുഞ്ചിരിച്ച് ചാന്ദിനി പറയുന്നു അതെ പട്ടുസാരി. ശരി എന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കണ സുഭാഷേട്ടാ എന്താ സുഭാഷനാണോ ചാന്ദിനിയോട് ഇത് പറഞ്ഞത്? അപ്പൊ സുഭാഷ് പറയണേ ഞാൻ എന്തിനാണ് അതൊക്കെ പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ചാന്ദിനിയുടെ ഇഷ്ടത്തിന് പറയുന്നതാ. പുഞ്ചിരിച്ച് ചാന്ദിനി പറയുന്നു എന്റെ ഇഷ്ടത്തിനാ പറഞ്ഞത്, എനിക്ക് പട്ടുസാരിയാ വേണ്ടത്, എനിക്ക് ആ സാരി ഉടുക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ സുഭാഷ് പറയണ അവക്ക് പട്ടുസാരി ഉടുക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാ പറയുന്നത്. ഇത് കേട്ട് പുഞ്ചിരിച്ച് നിധി പറയുന്നു ശരി വാ നമുക്ക് ആദ്യം ചാന്ദിനിക്ക് പട്ടുസാരി തന്നെ നോക്കാം. അങ്ങനെ അവർ പട്ടുസാരിയുടെ സെക്ഷനിലേക്ക് പോവുകയാണ്. സെയിൽസ് ഗേളിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു കല്യാണത്തിനുള്ള പട്ടുസാരി വേണം. ശരി എന്ന് പറഞ്ഞ അവർ പട്ടുസാരി എടുത്ത് കാണിക്കുകയാണ്. ചാന്ദിനി സന്തോഷത്തോടു കൂടി അതെല്ലാം എടുത്തു നോക്കുമ്പോൾ നിധി ചോദിക്കണ നന്നായിട്ടുണ്ടല്ലേ? പുഞ്ചിരിച്ച് ചാന്ദിനി പറയുന്നു അതെ. നിധി ഒരു സാരി എടുത്ത് ചാന്ദിനിക്ക് വെച്ച് നോക്കുകയാണ്. ചാന്ദിനി അത് എങ്ങനെയുണ്ടെന്ന് സുഭാഷിനോട് ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് കണ്ണുകൊണ്ട് കാണിക്കുകയാണ് സുഭാഷ്. അപ്പൊ ചാന്ദിനി പറയുന്നു ഇത് വേണ്ട. പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് സുധീഷ്. നിധി അടുത്ത സാരി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചാന്ദിനി അത് കൊള്ളാമോ എന്ന് സുഭാഷിനോട് ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് പറയുകയാണ് സുഭാഷ്. നിധി ഇത് ശ്രദ്ധിക്കുന്നതേ ഇല്ല. സുധീഷ് പതിയെ നിധിയോട് പറയുന്നു നിധി നമ്മൾ ഏത് സാരി സെലക്ട് ചെയ്ത് കൊടുത്താലും ചാന്ദിനി സുഭാഷേട്ടനോട് ചോദിച്ചിട്ടാ വേണ്ടാന്ന് പറയുന്നേ, നമ്മള് ചുമ്മാ നിന്നാ മതിയെന്ന് തോന്നുന്നു, വേണമെങ്കിൽ നിധിക്ക് പോയി സാരി നോക്കാം. അപ്പൊ നിധി പറയണ ചുമ്മാ തിരികെ സുധീഷ്, ആദ്യം കല്യാണ പെണ്ണിനാണ് സാരി എടുക്കേണ്ടത്, അതിനു മുമ്പേ നമ്മൾ എടുക്കുന്നത് ശരിയാണോ? ശരിയെന്ന് പറഞ്ഞ പുഞ്ചിരിച്ച് തലയാട്ടി സുഭാഷിനെയും ചാന്ദിനിയും നോക്കുകയാണ് സുധീഷ്. സുഭാഷ് പറയുന്നു ആ സാരി ഒന്ന് എടുക്കണേ. സെയിൽസ് ഗേള് ആ സാരി എടുത്ത് കാണിച്ചുകൊണ്ട് പറയുന്നു ഇത് ബനാറസ് പട്ട, നന്നായിട്ടുണ്ടെന്ന് നിധി പറയുമ്പോൾ ഇത് ഓക്കെയാണെന്ന് ചാന്ദിനിയും പറയുകയാണ്. സുഭാഷ് ചോദിക്കുന്നു മോളെ നിധി ഇത്
നന്നായിട്ടില്ലേ? അപ്പൊ നിധി പറയണ സൂപ്പർ ആയിട്ടുണ്ട് സുഭാഷ് ഏട്ടാ, ഒന്ന് വെച്ച് നോക്കട്ടെ. അങ്ങനെ നിധി ചാന്ദിനിക്ക് ആ സാരി വെച്ച് നോക്കുകയാണ്. ചാന്ദിനി പുഞ്ചിരിച്ച് എങ്ങനെയുണ്ടെന്ന് സുഭാഷിനോട് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ഓക്കെയാണെന്ന് ചാന്ദിനി പറയുമ്പോൾ നിധി പറയണം വാ നമുക്ക് കണ്ണാടിയിൽ നോക്കാം. ചാന്ദിനി സന്തോഷത്തോടുകൂടി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സാരി വെച്ച് നോക്കുകയാണ്. നിധി ചോദിക്കുന്നു എങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ? പിന്നിൽ നിന്ന് പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് സുഭാഷ്. എങ്ങനെയുണ്ടെന്ന് ചാന്ദിനി കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് സുഭാഷിനോട് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് തലയാട്ടുകയാണ് സുഭാഷ്. നിധി പറയുന്നു നന്നായിട്ടുണ്ട്, നല്ല സെലക്ഷനാ സുഭാഷ് ഏട്ടാ. അടുത്തത് സുഭാഷിനുള്ളത് നോക്കാം. അപ്പൊ സുഭാഷ് പറയണ മോളെ എനിക്ക് ഷർട്ടും മുണ്ടുമല്ലേ, അത് ഒടുവി നോക്കിയാൽ മതി. ഇനി മോക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് നോക്കാം. ഇതിട്ട് സുധീഷ് പറയുന്നു അതെ, സാരിയുടെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് മെൻസ് സെക്ഷനിലേക്ക് പോകാം. ഇതിട്ട് നിധി ചോദിക്കുന്നു അങ്ങനെയാണോ പറയുന്നത്? ശരി ഓക്കെ. അപ്പൊ സുധീഷ് പറയണ ഇരിക്കും നിധി, സാരി നോക്ക്. ചേച്ചി സാരി കാണിക്ക്. എങ്ങനത്തെ സാരിയാ നോക്കുന്നതെന്ന് സെയിൽസ് ഗേൾ ചോദിക്കുമ്പോൾ നിധി പറയുന്നു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിൽക്ക് സാരി കാണിച്ചാൽ മതി, ഗ്രാൻഡ് ആയിട്ടുള്ളതൊന്നും വേണ്ട. അങ്ങനെ നിധിയും സുധീഷും സാരി സെലക്ട് ചെയ്യുമ്പോൾ പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് സുഭാഷും ചാന്ദിനിയും. ഒരു സാരി എടുത്ത് കാണിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു നിധി ഇത് നന്നായിട്ടില്ലേ? പുഞ്ചിരിച്ച് നിധി പറയുന്നു ഇത് ഓക്കെയാ സുധീഷ്, നന്നായിട്ടുണ്ട്, ഇതെടുത്താലോ? അപ്പൊ സുധീഷ് ചോദിക്കണേ എന്ത് പെണ്ണാ നീ, ആദ്യമേ ഇഷ്ടപ്പെട്ട സാരി തന്നെ എടുത്തോ, ഇങ്ങനെ 2-3 തവണ നമുക്ക് നോക്കാം. ഇഷ്ടപ്പെട്ട 2-3 സാരികൾ എടുത്തു വെച്ചിട്ട് ഏറ്റവും നല്ലതെടുക്കാം. തുടർന്ന് 2 സാരി സെലക്ട് ചെയ്ത് കാണിച്ച സുധീഷ് പറയണ ഇതെങ്ങനെയുണ്ട്, ഇത് ഓക്കെയാ ഇത് ഓക്കെയാ, നിധിക്ക് ഇഷ്ടപ്പെട്ടോ? പുഞ്ചിരിച്ച് തലയാട്ടി നിധി പറയണ സുധീഷിന്റെ സെലക്ഷൻ ഒക്കെ സൂപ്പറാണ്. അപ്പൊ സുധീഷ് പറയണ ശരി ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കും നിധി. അതിൽ ഒരു സാരി കാണിച്ചുകൊണ്ട് നിധി പറയുന്നു ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കാണ് ഇതോ, എങ്കിൽ പിന്നെ ഇത് തന്നെ എടുത്തോ, ഇതൊന്ന് വെച്ച് നോക്ക്. ആ സാരി വെച്ച് കാണിച്ചുകൊണ്ട് നിധി ചോദിക്കുന്നു എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ? വാ വന്ന് കണ്ണാടി നോക്കെന്ന് പറഞ്ഞ് നിധിയും കൂട്ടി കണ്ണാടിയുടെ മുന്നിലേക്ക് വന്ന സുധീഷ് പറയുന്നു സൂപ്പർ ആയിട്ടുണ്ട്. ചാന്ദിനി നന്നായിട്ടുണ്ടോ? സൂപ്പർന്ന് ചാന്ദിനി പറയുമ്പോൾ സുധീഷ് ചോദിക്കണ സുഭാഷ് ഏട്ടാ എങ്ങനെയുണ്ട്? അപ്പൊ സുഭാഷ് പറയണ നന്നായിട്ടുണ്ട്. അപ്പൊ സുധീഷ് പറയണ ഓക്കെ, അപ്പൊ സാരി എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി അടുത്ത സെക്ഷനിലേക്ക് പോയാലോ സുഭാഷ് ഏട്ടാ? അപ്പൊ നിധി ചോദിക്കണ നീതുവിന് എടുക്കണ്ടേ? അപ്പൊ സുഭാഷ് പറയണ അയ്യോ അത് ശരിയാണല്ലോ, അത് മറന്നുപോയി, നീതുവിനും ഇവിടെ ഒന്നൊരു സാരി എടുക്കാം. ചാന്ദിനിയും നിധിയും സന്തോഷത്തോടു കൂടി നീതുവിന് വേണ്ടിയും ഒരു സാരി എടുക്കുകയാണ്. തുടർന്ന് മെൻസ് സെക്ഷനിലേക്ക് വന്ന സുധീഷ് പറയുന്നു ഞങ്ങളുടെ ചേട്ടന്റെ കല്യാണോ, ഷർട്ടും മുണ്ടും എടുക്കണം. അങ്ങനെ അവർ സുഭാഷിന് വേണ്ടിയുള്ള ഡ്രസ്സും എടുക്കുകയാണ്. ശേഷം സുധീഷിന് വേണ്ടിയുള്ള ഷർട്ട് നോക്കുകയാണ് അവർ. സുഭാഷും ചാന്ദിനിയും കുറച്ചിങ്ങോട്ടേക്ക് മാറി നിന്ന് അവരെ തന്നെ നോക്കി നിൽക്കുമ്പോൾ നിധിയും സുധീഷും സന്തോഷത്തോടു കൂടി സംസാരിച്ച് ഷർട്ട് സെലക്ട് ചെയ്യുകയാണ്. നിധി ചിരിച്ചുകൊണ്ട് സുധീഷിന് ഷർട്ട് വെച്ച് നോക്കുകയാണ്. ഇത് കണ്ട് വളരെ സന്തോഷത്തോടു കൂടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് സുഭാഷ്. സുധീഷ് സന്തോഷത്തോടു കൂടി ഇടയ്ക്കിടയ്ക്ക് സുഭാഷിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. തുടർന്ന് നിധിയും സുധീഷും നീതുവിന്റെ വീട്ടിലേക്ക് വരികയാണ് വിവാഹത്തിന് ക്ഷണിക്കാനായി. നിധി ഇതാ വീടെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുന്നു ശരി വാ. സുധീഷ് മടിച്ചു നിൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു എന്താ സുധീഷ് അകത്തേക്ക് വരാതെ മടിച്ചു നിൽക്കുന്നേ? അപ്പൊ സുധീഷ് ചോദിക്കണ ഇവരെയൊക്കെ വിളിക്കണോ നിധി? അപ്പൊ നിധി പറയണ എന്താ സുധീഷ് ഇങ്ങനെ പറയുന്നത്, നീതുവിനെയാണ് ഹരീഷ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പൊ സുധീഷ് പറയണ എനിക്ക് അവളുടെ സ്വഭാവം ഇഷ്ടമല്ല, അവള് ഹരീഷിനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട്, അവൻ പാവല്ലേ. ഇത് കേട്ട് നിധി പറയുകയാണ് നീതു സുധീഷിനോട് എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ, ഹരീഷിന്റെ അടുത്തല്ലേ അവള് പ്രശ്നം ഉണ്ടാക്കുന്നേ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, സുധീഷിന് എന്താ? വാ സുധീഷ് എന്ന് പറഞ്ഞ് നിധി സുധീഷിനെയും കൂടി അകത്തേക്ക് കയറി വരികയാണ്. നിധി നീതു എന്ന് വിളിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി നീതു പറയുന്നു വാ ചേച്ചി കേറി വാ. അവിടേക്ക് വന്ന സീത പറയുന്നു വരൂ കേറി വാ. നിധി പറയാണ് നമസ്കാരമേ. സീത പറയുന്നു നമസ്കാരം, നിങ്ങൾ ഇരിക്ക്. ചേച്ചി ഇരിക്കുന്ന നീതു പറയുമ്പോൾ സുധീഷും നിധി അവിടേക്ക് ഇരിക്കുകയാണ്. ചന്ദ്രൻ ചോദിക്കുന്നു നിങ്ങൾ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നേ? അപ്പൊ സുധീഷ് പറയണ അത് സുഭാഷ് ഏട്ടന്റെ കല്യാണോ, കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. നീതു പറയണ നിധി ചേച്ചി ആദ്യമായിട്ടല്ലേ എന്റെ വീട്ടിലേക്ക് വന്നത്? അതെ നീതു എന്ന് നിധി പറയുമ്പോൾ നീതു ചോദിക്കണ നിങ്ങൾക്ക് ചായയാണോ കാപ്പിയാണോ വേണ്ടത്? എന്താണെങ്കിലും ഓക്കെ ആണെന്ന് നിധി പറയുമ്പോൾ സീത ചോദിക്കണ നിങ്ങള് കട്ടൻ കാപ്പി കുടിക്കില്ലേ? കുടിക്കുമെന്ന് നിധി പറയുമ്പോൾ സീത പറയണ നീതു നീ ഇവിടെ നിൽക്ക്, ഞാൻ കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വരാം. സുധീഷ് പതിയെ നിധിയോട് പറയുന്നു നിധി എന്നോട് ചോദിച്ചില്ലല്ലോ. അപ്പൊ നിധി ചോദിക്കണ എന്താ കട്ടൻ കാപ്പി കുടിക്കില്ലേ? അപ്പൊ സുധീഷ് പറയണ കുടിക്കും, പക്ഷെ എന്നോടും ചോദിക്കേണ്ടതാണല്ലോ അവര്, ഞാൻ കുടിക്കോ ഇല്ലോ എന്ന് അവരെങ്ങനെ അറിയാനാ? നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയണ ന്യായമായ ചോദ്യമല്ലേ ഞാൻ ചോദിച്ചത്, എന്തിനാണോ എന്നോട് ദേഷ്യപ്പെടുന്നത്? നീതു പറയണ വിവാഹത്തിന് ക്ഷണിക്കാനായി നിങ്ങൾ രണ്ടുപേരും കൂടി വന്നല്ലോ, ഞാൻ വിചാരിച്ചു ഹരീഷ് കടയിൽ വെച്ച് സാധാരണ പറയുന്നത് പോലെ എന്നോട് പറയത്തേ ഉള്ളെന്ന്, നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വന്നല്ലോ. അപ്പൊ നിധി പറയണ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോകുന്ന പെൺകുട്ടിയല്ലേ നീതു, അപ്പൊ നീതുവിന്റെ ഫാമിലിയെ ഞങ്ങൾ വന്ന് ക്ഷണിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ഇത് കേട്ട് ചന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ നീതു പറയണ അച്ഛാ ചേച്ചി അറിയത്തില്ലേ സുധീഷ് ഏട്ടന്റെ വൈഫ് നിധി? അപ്പൊ ചന്ദ്രൻ പറയുന്നു അറിയാം മോളെ. സീത അവർക്ക് കാപ്പി കൊണ്ട് കൊടുക്കുകയാണ്. നന്നായിട്ടുണ്ടോന്ന് സീത ചോദിക്കുമ്പോൾ അത് കുടിച്ചു നോക്കിയിട്ട് സുധീഷും നിധിയും പറയുന്നു നന്നായിട്ടുണ്ടമ്മേ. നീതു പറയുന്നു ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ബ്ലാക്ക് കോഫിയാ കുടിക്കുന്നത്, അമ്മയുടെ കോഫിക്ക് നല്ല രുചിയാ. നിധി ക്ഷണക്കത്തൊക്കെ എടുക്കുമ്പോൾ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് നീതുവും സീതയും ചന്ദ്രനും. ആ ക്ഷണക്കത്ത് സീതയ്ക്കും ചന്ദ്രനും നീതുവിനും കൊടുത്തുകൊണ്ട് നിധി പറയുന്നു വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയിലുള്ള മുഹൂർത്തത്തില് സുഭാഷ് ഏട്ടന്റെയും ചാന്ദിനിയുടെയും കല്യാണമാണ്. കുടുംബമായിട്ട്
ആയിട്ട് നിങ്ങൾ വരണം. സന്തോഷത്തോടു കൂടി അവർ പറയുന്നു, ഉറപ്പായിട്ടും വരാം. ചേച്ചി ഇരിക്കുന്ന നിധു പറയുമ്പോൾ നിധി പറയണ, വേണ്ട നിധു, ഒരുപാട് പേരെ കല്യാണത്തിന് ക്ഷണിക്കാനുണ്ട്, ഞങ്ങൾ ഇറങ്ങുക. അപ്പൊ നിധു പറയണ, കുറച്ചേറെ ഇരുന്ന് സംസാരിച്ചിട്ട് പോവാൻ ചേച്ചി. പുഞ്ചിരിച്ച് നിധി പറയുന്നു, വേറൊരു ദിവസം ഉറപ്പായിട്ടും ഞാൻ വരാം, നമുക്ക് കുറെ നേരം ഇരുന്ന് സംസാരിക്കാം. ശരി ചേച്ചി എന്ന് നിധു പറയുമ്പോൾ നിധി പറയണ, എല്ലാവരും കല്യാണത്തിന് വരണം, നിധു നിന്നോടും കൂടിയാ പറഞ്ഞത്. അപ്പൊ നിധു ചോദിക്കണ, ഞാൻ വരാതെ എങ്ങനെയാണ് നിധി ചേച്ചി, ഞാൻ ആദ്യം രാവിലെ അങ്ങെത്തും. അപ്പൊ ശരിയെന്ന് പറഞ്ഞ് നിധിയും സുധീഷും സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ്. നീതു സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടുമ്പോൾ സീത ചോദിക്കുന്നു, നീ എന്താടി ഇങ്ങനെ കടന്ന് തുള്ളിച്ചാടുന്നേ? അപ്പൊ നീതു പറയണ, സുഭാഷ് ഏട്ടന്റെ കല്യാണമാണ് വെള്ളിയാഴ്ച, അത് കഴിഞ്ഞാ പിന്നെ എന്റെ ഹരീഷിന്റെ കല്യാണം അല്ലേ. ഇത് കേട്ട് സീതയും ചന്ദ്രനും ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ നീതു പറയണ, പിന്നെ സുഭാഷ് ഏട്ടന്റെ കല്യാണത്തിന് സ്വർണമായിട്ട് എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. അപ്പൊ സീത പറയുകയാണ്, ഇവൾ എന്തായി പറയുന്നേ? ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് നോക്കി നീതു പറയുകയാണ്, എന്റെ ഹരീഷിന്റെയും കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പം ഇൻവിറ്റേഷൻ കാർഡിൽ എന്റെ പേരും ഉണ്ടായിരുന്നേനെ. സാരമില്ല, നികേഷിന്റെ കല്യാണം ആകുമ്പോൾ ഹരീഷിന്റെ പേരിന്റെ അടുത്ത് എന്റെ പേരും ഉണ്ടാകും. അങ്ങനെ നീതു സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോകുമ്പോൾ സീത പറയണ, ഇവള് തന്നെ എല്ലാം അങ്ങ് തീരുമാനിക്കുകയാണല്ലോ. അപ്പൊ ചന്ദ്രൻ പറയണ, അവള് പറഞ്ഞത് കേട്ടില്ലേ, കല്യാണത്തിന് സ്വർണ്ണമായിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന്. അപ്പൊ സീത പറയുന്നു, അങ്ങനെയൊക്കെ അവള് പറയും, അതുപോലെ ചെയ്യണമെന്നുണ്ടോ? ഇത് കേട്ട് ചന്ദ്രൻ പറയണ, ഇപ്പൊ നീ ഇങ്ങനെ പറയും, നീ ഇപ്പം അവളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. തുടർന്ന് സുധീഷ് സൈറ്റിലേക്ക് വരുമ്പോൾ വെയിലത്ത് നിന്ന് പണിയെടുക്കുന്ന സുഭാഷിനെ കണ്ടിട്ട് പറയുന്നു, സുഭാഷ് ഏട്ടാ എന്തായി ചെയ്യുന്നേ? വാടാ സുധീഷ് എന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കണ, സുഭാഷൻ എന്തായി ചെയ്യുന്നേ? അപ്പൊ സുഭാഷ് പറയണ, പണി ചെയ്യുക, സൈറ്റില് പിന്നെ എന്താ ചെയ്യുക? അപ്പൊ സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ 2 ദിവസം കഴിഞ്ഞാൽ കല്യാണമോ, ആരെങ്കിലും ഇങ്ങനെ വെയിലത്ത് നിന്ന് പണിയെടുക്കുവോ? സുഭാഷ് ഏട്ടൻ മേസ്തിരിയല്ലേ, വേറെയും പണിക്കാരുണ്ടല്ലോ ഇവിടെ. അപ്പൊ സുഭാഷ് പറയണ, നമ്മൾ തന്നെ ഇറങ്ങി പണി ചെയ്തേ പറ്റൂ സുധീഷേ. ഇത് കേട്ട് സുധീഷ് പറയണ, അത് ശരി, 2 ദിവസം കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടന്റെ കല്യാണമോ, എന്നിട്ടാണോ ഈ വെയിലത്ത് നിന്ന് പണിയെടുക്കുന്നത്? സ്കിന്നൊക്കെ ഡള്ളാകും, 2 ദിവസത്തേക്ക് വെയിലത്ത് നിൽക്കണ്ട, വാ ഇങ്ങോട്ട്. എടാ പണി തീർക്കണമെന്ന് സുഭാഷ് പറയുമ്പോൾ, ഇങ്ങോട്ട് വാ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് സുധീഷ് സുഭാഷിന്റെ കൈയും പിടിച്ച് അകത്തേക്ക് പോവുകയാണ്. അവിടെ നിൽക്കുന്ന ഒരു ജോലിക്കാരനോട് സുഭാഷ് പറയുന്നു, അതങ്ങ് തീർക്കണേ ചേട്ടാ. ഈ സമയം അവിടേക്ക് വരികയാണ് അവിനാഷ്. സുധീഷ് പറയുന്നു, നമസ്കാരം അവിനാഷ് ഭയ്യ, പുറത്ത് എവിടെയെങ്കിലും പോയതാണോ? അപ്പൊ സുഭാഷ് പറയുന്നു, അവന് പുറത്ത് എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. കണ്ടില്ലേ അവിനാഷ്, 2 ദിവസം കഴിഞ്ഞാൽ കല്യാണമാണെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുക, വെയിൽ വളരുതെന്ന്. അപ്പൊ സുധീഷ് പറയണ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, 2 ദിവസം ഈ വെയിലത്ത് നിൽക്കാതിരുന്നൂടെ? അപ്പൊ അവിനാഷ് പറയണ, സുധീഷ് ഭയ്യ പറഞ്ഞതും കറക്റ്റ് അല്ലേ, കേട്ടില്ലേ സുഭാഷ് ഏട്ടാന്ന് സുധീഷ് പറയുമ്പോൾ, ഭയ്യ ഇത് വാങ്ങിക്കെന്ന് പറഞ്ഞ് അവിനാഷ് ഒരു പൊതി സുഭാഷിന്റെ നേരെ നീട്ടുകയാണ്. ഇതെന്താണെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അവിനാഷ് പറയുന്നു, ഇത് വാങ്ങിക്കു ഭയ്യ. അപ്പൊ സുഭാഷ് ചോദിക്കണേ, എന്താ അവിനാഷ് ഇത്? അപ്പൊ അവിനാഷ് പറയുന്നു, ഇതില് കുറച്ച് പണമാ. സുഭാഷ് ചോദിക്കുന്നു, പണമോ, എന്തിനാ പണം? അപ്പൊ അവിനാഷ് പറയണ, ഇവിടെ മുറപ്രകാരം ആരാണ് പണം ചെലവാക്കേണ്ടതെന്ന് എനിക്കറിയില്ല, ഭയ്യ തന്നെ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞു, അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന പണം തരാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ ഇത് വെച്ചോ ഭയ്യ, ഇതെന്റെ പെങ്ങക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ച പണമോ, കല്യാണ ചെലവിന് ഇതും കൂടി ഇരിക്കട്ടെ. ഇത് കേട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് സുഭാഷ് പറയുന്നു, അവിനാഷ് ഇത് നിന്റെ കൈ തന്നെ ഇരിക്കട്ടെ, ഞാൻ നിന്നോട് പണം ചോദിച്ചായിരുന്നോ, പിന്നെന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? സുധീഷ് പറയുന്നു, ഭയ്യ കല്യാണത്തിന്റെ ചിലവ് സുഭാഷ് ഏട്ടൻ തന്നെ നോക്കണ്ടെന്നാ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, പിന്നെ അവിനാഷ് ചിലവ് നടത്താൻ ഞങ്ങൾ സമ്മതിക്കുമോ? കല്യാണം കഴിഞ്ഞ് അവിനാഷിന്റെ പെങ്ങളെ സുഭാഷ് ഏട്ടന്റെ ഒപ്പം പറഞ്ഞു വിട്ടാ മതി, ഞങ്ങളുടെ ചേട്ടൻ അവിനാഷിന്റെ പെങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളും, നിങ്ങളുടെ പണം ഒന്നും വേണ്ട ഭയ്യ. അപ്പൊ അവിനാഷ് പറയണ, അങ്ങനെയല്ല ഭയ്യ, ഈ നാട്ടിൽ നടക്കുന്ന കല്യാണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പെൺ വീട്ടുകാര് പെണ്ണിന് സ്വർണം ഇടാറുണ്ട്, കട്ടിലും മറ്റു സാധനങ്ങളും ഒക്കെ കൊണ്ടു തരാറുണ്ട്, അതൊക്കെ ഞാനും ചെയ്യണ്ടേ? അപ്പൊ സുഭാഷ് ചോദിക്കുന്നു, ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു, എന്തിനാ നീ ആയിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പണവുമായി വന്നത്? ഇതൊന്നും വേണ്ട അവിനാഷ്. സുധീഷ് പറയുന്നു, കട്ടിലൊക്കെ ഭയ്യ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പൊ അവിനാഷ് പറയണ, അതുകൊണ്ടല്ല സുധീഷ് ഭയ്യ, ഇത് ഞാൻ എന്റെ പെങ്ങക്ക് വേണ്ടി മാറ്റിവെച്ച കാശ, അവളുടെ കല്യാണത്തിന് ഇത് ചിലവാക്കണ്ടേ? അപ്പൊ സുഭാഷ് പറയണ, ഇത് നിന്റെ പെങ്ങക്ക് വേണ്ടി മാറ്റിവെച്ച പണമാണെങ്കിൽ നിന്റെ പെങ്ങക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ നിനക്ക്, ഞങ്ങൾക്ക് ഈ പണമൊന്നും വേണ്ട. ഇത് കേട്ട് അവിനാഷ് ഭയ്യാന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയുന്നു, അവിനാഷ് ഭയ്യ ഈ പണം എടുത്തു വെക്ക്, സുഭാഷ് ഏട്ടൻ പറഞ്ഞതുപോലെ ചാന്ദിനിക്ക് എന്താ വേണ്ടേന്ന് ചോദിച്ചിട്ട് അത് വാങ്ങിച്ചു കൊടുക്ക്, ഞാൻ എങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതെന്ന് അവിനാഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, ഇവൻ പറഞ്ഞത് തന്നെ വീണ്ടും പറയുകയാണല്ലോ, നിന്റെ പെങ്ങളെ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ വലിയ കാര്യോ? നിന്റെ വീട്ടില് ആരും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് അറിഞ്ഞിട്ടും ഇത്രയും വലിയ റിസ്ക് എടുക്കുകയല്ലേ നീ, അതിൽ കൂടുതൽ എന്താ വേണ്ടത് അവിനാഷ്? ഇത് കേട്ട് സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ പറഞ്ഞതാ ശരി, ഇവരുടെ ലവ് മാരേജിന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നില്ലേ, അത് തന്നെ വലിയ കാര്യോ, ആദ്യം ഈ പണം എടുത്തു വെക്ക്. സുഭാഷ് ചോദിക്കുന്നു, ഇതിനാണോ പണിക്ക് പോലും വരാതെ പോയത്, നല്ല ആളാ, പണം കൊണ്ട് വെച്ചിട്ട് വാ. അവിനാഷ് മടിച്ചു നിൽക്കുമ്പോൾ സുധീഷ് പറയുന്നു, പോ ഭയ്യ. അവിനാഷ് പണവുമായി അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയും, സുഭാഷ് ഏട്ടാ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയുമാണ് സുധീഷ്. പുഞ്ചിരിച്ച് സുഭാഷ് ഓർക്കുന്നു സുധീഷിന്റെ വാക്കുകൾ, കല്യാണത്തിന് സുഭാഷ് ഏട്ടനെ കൊണ്ട് തന്നെ ഞങ്ങൾ ചിലവാക്കാൻ സമ്മതിക്കില്ല, പിന്നെ ഭയ്യെ കൊണ്ട് ചിലവാക്കിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കോ? കല്യാണം കഴിഞ്ഞ് ഭയ്യയുടെ പെങ്ങളെ സുഭാഷ് ഏട്ടന്റെ ഒപ്പം വീട്ടിലേക്ക് പറഞ്ഞുവിട്, ഞങ്ങളുടെ സുഭാഷ് ഏട്ടൻ ഭയ്യയുടെ പെങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളും, നിങ്ങളുടെ പണമൊന്നും വേണ്ട ഭയ്യ. തുടർന്ന് സന്തോഷത്തോടു കൂടി
കൂടി ആലോചിച്ച് നിൽക്കുകയാണ് സുഭാഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്